പ്രിയ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് LSS USS കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ അടങ്ങിയ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ്. മക്കൾ ഇത് എഴുതിയെടുത്ത് പഠിക്കണം. ഇത് എക്സാമിന് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജാംദാർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. റിസർവ് ബാങ്കിൻ്റെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? സഞ്ജയ് മൽഹോത്ര. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ. ISROയുടെ നേതൃത്വത്തിൽ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്ത്? ഗഗൻയാൻ. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യം ബഹിരാകാശത്തേക്ക് വിടുന്നത് ഒരു റോബോട്ടാണല്ലേ. ആ റോബോട്ടിൻ്റെ പേരെന്താണ്? വ്യോമമിത്ര. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ കളിക്കാരൻ ആരാണ്? ഡി ഗുഗേഷ്. ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ആര്? ഡി ഗുഗേഷ്, 18 വയസ്സ്. ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ച ISRO ദൗത്യമേത്? ആൻസർ പോയം 4 PSLV ഓർബിറ്റർ എക്സ്പെരിമെൻ്റ് മൊഡ്യൂൾ. ISROയുടെ പോയം 4 ദൗത്യത്തിൻ്റെ പയർ വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിച്ച ഉപകരണം ഏത്? ചുരുക്കപ്പേര് ക്രോപ്സ്. ഫുൾ നെയിം എന്താണ്? കോമ്പാക്റ്റ് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റർ പ്ലാൻ സ്റ്റഡീസ്. 2025 ജനുവരി 14 ചുമതലയേൽക്കുന്ന ISROയുടെ നിയുക്ത ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണൻ. എങ്ങനെ ചോദ്യം വരിക? ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര്? വി നാരായണൻ. ഇതിനു മുമ്പ് തലശ്ശേരിക്കാരനായ S സോമനാഥ് ആയിരുന്നു അല്ലേ. ആദ്യത്തെ L1, ചാന്ദ്രയാൻ 3 ഇതിനൊക്കെ നേതൃത്വം നൽകിയ S സോമനാഥാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനലിലൂടെ ഒരുപാട് GK വീഡിയോസിലൊക്കെ S സോമനാഥ തന്നിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതി പഠിക്കണം കേട്ടോ. മക്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചോദ്യങ്ങളിൽ മാറ്റം വരും. എന്നാൽ മാറ്റം വരാത്ത ചോദ്യങ്ങൾ ഏതാണ്? ഗാന്ധിജിൻ്റെ കാലത്തുള്ള ചോദ്യങ്ങൾ, സ്വാതന്ത്ര്യ സമരം, 1857 വിപ്ലവം, അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഒരു മാറ്റം വരില്ല. നിങ്ങൾ പഠിച്ചത് എന്താണോ അതുപോലെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ്. ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ കുടിവെള്ളം എന്ന ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ജലജീവൻ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധ്യക്ഷയായി നിയമിതയായ മലയാളിയായ മുൻ ലോങ് ജമ്പ് താരമാര്? അഞ്ജു ബോബി ജോർജ്. ചൈനയിൽ പടരുന്ന ഇപ്പോൾ ഇന്ത്യയിലും പടർന്നു തുടങ്ങിയ വൈറസ് HMPV, ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ്. HMPV വൈറസ് ആദ്യമായി കണ്ടെത്തിയത് എവിടെ? നെതർലാൻഡ്സ്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് നമോ ഭാരത്. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച സിനിമ ഏത്? ദി ബ്രൂട്ടലിസ്റ്റ്. മക്കളിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. സർക്കാർ മേഖലയിലെ ആദ്യ ചർമ്മ ബാങ്ക് സജ്ജമാക്കാൻ പോകുന്നത് എവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. പ്രവാസി ഭാരതീയ ദിനം എന്നാണ്? ജനുവരി 9. ചോദ്യം എന്താ നൽകിയിട്ടുള്ളത്? എത്രാമത് ഭാരതീയ പ്രവാസി ദിവസ് സമ്മേളനമാണ് 2025 ജനുവരി 9 നടന്നത്? ആൻസർ 18ാമത്. 18ാമത്തെ ഭാരതീയ പ്രവാസി ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരാണ്? നരേന്ദ്രമോദി. 18ാമത് ഭാരതീയ പ്രവാസി ദിവസ് സമ്മേളന പ്രമേയം എന്ത്? വികസിത ഭാരതത്തിലേക്കുള്ള പ്രവാസികളുടെ സംഭാവന. പ്രവാസി ദിനത്തിൻ്റെ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അപരനാമങ്ങൾ, തലസ്ഥാനങ്ങൾ, ഭാഷകൾ ഇവയൊക്കെ അടങ്ങിയിട്ടുള്ളൊരു പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ നൽകിയിട്ടുണ്ട് ഇന്ത്യയിലൂടെ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. LSS USS കുട്ടികൾ നിർബന്ധമായിട്ട് കണ്ട് പഠിക്കണം. 2025 ജനുവരി 4 അന്തരിച്ച പൊക്രാൻ ആണവ പരീക്ഷണങ്ങളിലെ പ്രധാന ശക്തിയായിരുന്ന ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ രാജഗോപാല ചിദംബരം. 2024 ഡിസംബർ 25 അന്തരിച്ച മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ ആരാണ്? MT വാസുദേവൻ നായർ.
നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? MT വാസുദേവൻ നായർ. കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആര്? MT വാസുദേവൻ നായർ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? MK സാനു. 2024 എഴുത്തച്ഛൻ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആര്? NS മാധവൻ. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. 2023 ലാസ്റ്റ് നൽകിയത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ഷാജി N കരുണൻ. 2024 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആര്? അശോകൻ ചരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K ജയകുമാർ. ഐക്യരാഷ്ട്ര സംഘടന 2025 എന്ത് വർഷമായി ആചരിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര സഹകരണ വർഷം. 2024 ഡിസംബർ 31 ഹൈദരാബാദിൽ നടന്ന സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ കിരീടം കരസ്ഥമാക്കിയതാര്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം കരസ്ഥമാക്കി? 33 തവണ. 2024 ജൂലൈ മാസം വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ മലനിരയുടെ പേരെന്ത്? ചൂരൽമല. 2024 വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന സ്കൂൾ ഏത്? വെള്ളർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പരിസ്ഥിതിക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏത്? ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത്. 2024 ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാര്? മാധവ് ഗാഡ്ഗിൽ. 2024 ഡിസംബർ 30 അന്തരിച്ച സമാധാന നോബൽ ജേതാവായ 100 വയസ്സുവരെ ജീവിച്ച ആദ്യ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ. ലോകസഭാംഗമാകാതെ രാജ്യസഭാംഗമായി തന്നെ 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയാര്? മൻമോഹൻ സിംഗ്. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? മൻമോഹൻ സിംഗ്. ആധുനിക ഇന്ത്യയുടെ ശില്പി നെഹ്റു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. അതൊക്കെ അറിയാലോ അല്ലേ? സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലെത്തിയ വ്യക്തി മൻമോഹൻ സിംഗ്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമേത്? നിഗംബോധ്ഘട്ട്. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? രാജ്ഘട്ട്. അതുപോലെ നെഹ്റു, അംബേദ്കർ അങ്ങനെ പല സ്വതന്ത്ര സമര സേനാനികളും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിൻ്റെ പേരുകളുണ്ട്. അത് അടുത്ത വീഡിയോസിൽ നൽകാം കേട്ടോ. റിസർവ് ബാങ്ക് ഗവർണറായി സേവനം അനുഷ്ഠിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. മക്കളെ എല്ലാവരും നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യണേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. 2ാം സ്ഥാനം ഏത് ജില്ലക്കാണ്? പാലക്കാട്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും വീഡിയോസ് നൽകുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.